അല്ലല്ലോ പോയിന്റ്. ഞാൻ ഈ ചെറുപ്പം മുതലേ പത്രത്തിൽ വായിക്കാൻ തുടങ്ങിയതാ. ബോഫേഴ്സ് കേസ്, അഭയ കേസ്, ലാവലിൻ കേസ്, പാമോയിൽ കേസ് എന്നൊക്കെ. ഇതുവരെ ഒരെണ്ണം പോലും തെളിഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. ആകെപ്പാടെ ഇതെല്ലാം കൂടെ അന്വേഷിക്കാൻ നമുക്കൊരു CBI മാത്രമല്ലേ ഉള്ളൂ. അവർക്കാണെങ്കിൽ ഈയിടെയായി കണ്ടക ശനിയാ. അന്വേഷിക്കുന്ന കേസ് ഒന്നും ഒട്ട് തെളിയുന്നുമില്ല. ഇനിയിപ്പം മമ്മൂട്ടിയെ റിക്രൂട്ട് ചെയ്താൽ അറിയാം CBI വല്ലതും തെളിയിക്കുമോ എന്ന്. കുറെയെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണോ? പത്രം കൊണ്ടുവരുന്ന പയ്യനെ പോലെ പത്രക്കാരെല്ലാം നിഷ്കളങ്കരാണെന്നാ നമ്മുടെയൊക്കെ വിചാരം. ഇന്നിപ്പം മീഡിയ വിചാരിച്ചാൽ ആരെയും ദേവേന്ദ്രനാക്കാം, ആരെയും രാക്ഷസനും ആക്കാം. സത്യം എന്താണെന്ന് ആർക്കറിയാം? പത്രക്കാരെ നിങ്ങൾ അങ്ങനെ അങ്ങ് ആക്ഷേപിക്കാതെ. സത്യം പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് അവരുടെ ജോലിയല്ലേ. പിന്നെ സത്യം മണ്ണാൻ കേട്ട ആർക്ക് വേണമിടോ സത്യം? ഈ കാലത്ത് സത്യം ഒരു വാർത്തയുമല്ല, വാർത്തകളിലൊന്നും സത്യവും ഇല്ല. അതെ, കേൾക്കാൻ കുറച്ച് എരിവും പുളിയുള്ള വാർത്തകൾ വേണം. അതും മറ്റ് ചാനലുകാരും പത്രക്കാരും കൊണ്ടുവരുന്നതിനേക്കാൾ മുമ്പ് കൊണ്ടുവരുകയും വേണം. അതാ ഇന്നത്തെ ജേർണലിസം. എത്രയെത്ര നല്ല റിപ്പോർട്ടർമാരാടോ രാപകൽ കഷ്ടപ്പെട്ട് സ്വന്തം സുഖ സൗകര്യങ്ങളൊക്കെ ത്യജിച്ച് ഓരോരോ നല്ല റിപ്പോർട്ടുകൾ എഴുതി ഉണ്ടാക്കുന്നത്. ഇവരെയൊക്കെ അല്പമെങ്കിലും ഭയമുള്ളത് കൊണ്ടല്ലേ നമ്മുടെ രാഷ്ട്രീയക്കാരും ഗുണ്ടകളും ഒക്കെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത്. ഇത്രയും അന്വേഷണത്തിന് കപ്പാസിറ്റി ഉള്ളവർ എഴുതി കൂട്ടുന്ന വാർത്തകളുടെ 1-2 വർഷത്തിന് ശേഷമുള്ള സത്യാവസ്ഥയും കൂടി ജനങ്ങളെ അറിയിക്കണം. മീഡിയ അവരുടെ ജോലി ചെയ്യുന്നു. കള്ളനെ പിടിക്കാതിരിക്കുക എന്നത് പോലീസുകാരൻ്റെ കുഴപ്പമല്ലേ? അല്ലാതെ കള്ളൻ അതുവഴി പോയി എന്ന് ചൂണ്ടിക്കാണിക്കുന്ന അയലക്കംകാരൻ്റെ അല്ലല്ലോ. ചൂണ്ടിക്കാണിക്കുന്നത് കള്ളനെ തന്നെ ആയിരിക്കണം. ഹാരിസ് അബൂബക്കർ എന്ന് പറയുന്ന ആള് ഭീകരജീവിയാണെന്നും പറഞ്ഞ് കുറേ കാലം പത്രക്കാരെഴുതി. ഇപ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും ഒരു പത്രക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അയാൾ ചെകുത്താനല്ലായിരുന്നുവെങ്കിൽ അയാളോട് ഇവരൊക്കെ ക്ഷമ പറയേണ്ടതല്ലേ? ലാവലിൻ കേസ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കുറെ എഴുതി കൂട്ടി. അവസാനം CBI തന്നെ പറഞ്ഞു കുറ്റം ആരോപിക്കപ്പെട്ടവൻ കുറ്റവാളി അല്ലെന്ന്. ഇങ്ങേർക്കിടത്തോട്ടൊരു ചായ ഉണ്ടല്ലോ. എങ്കിൽ എനിക്ക് കൊണ്ട് ചിലതൊക്കെ പറയാം. പാമോയിൽ കേസ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ലീഡറെ എന്തോരം ചെളിവാരി അടിഞ്ഞതാ. എന്നിട്ട് എന്നെ ആയി. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാ ആരോപണങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ കള്ള രാഷ്ട്രീയക്കാരെക്കാളും എനിക്ക് വിശ്വാസം പത്രക്കാർ തന്നെ. എടോ, സ്വന്തമായി അന്വേഷിച്ച് വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ എത്രയെണ്ണമുണ്ട്. ഒരാൾക്കെതിരെ മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ലേ മീഡിയ പറയുന്നുള്ളൂ. കുറ്റം വെളിച്ചത്ത് കൊണ്ടുവരുന്നതൊക്കെ നല്ലതാ. പക്ഷെ ഒരാളെ തേജോവധം ചെയ്യുമ്പോൾ അയാൾക്കും ഒരു കുടുംബമുണ്ടെന്നും ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് അയാളുടെ എത്ര അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ടെന്നും ഇവിടെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? കുറ്റവാളികളെ ശിക്ഷിക്കാൻ കോടതിയുണ്ട്. കോടതിയെയും രാഷ്ട്രീയക്കാരെയും നിയന്ത്രിക്കാൻ പത്രക്കാരുണ്ട്. പക്ഷേ പത്രക്കാരെക്കുറിച്ച് അന്വേഷിക്കാൻ ആരുണ്ട്?